ഇന്ന് കോർപ്പറേഷന്റെ വികസന രേഖ എടുത്ത് നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ മാത്രമാണ് ഇവിടെ കോർപ്പറേഷന്റെ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാനോ ആ പദ്ധതി നടപ്പിലാക്കാനോ കഴിയാത്ത ഒരു കഴിവുകെട്ട കോർപ്പറേഷനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. പാവപ്പെട്ട ജനസമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDF സമര രംഗത്തേക്ക് ഇറക്കി വിട്ടിരുന്നത്. ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. ഇവിടെ നിന്നും ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണയും സ്നേഹവും കൈമുതലാക്കിക്കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. നമസ്കാരം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും വോട്ട് ചോദിക്കലും എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. BJPയുടെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രമുഖയായിട്ടുള്ളത് കാരപ്പറമ്പ് ഡിവിഷനിൽ മത്സരിക്കുന്ന ശ്രീമതി നവ്യ ഹരിദാസ് ആണ്. കഴിഞ്ഞ തവണ 69 ഉണ്ടായിരുന്നത് ഇത്തവണ 70 അതായത് പഴയ വാർഡ് തന്നെയാണ്, പക്ഷെ വാർഡ് വിഭജനത്തിൽ നമ്പർ മാറി. മാത്രമല്ല ഇത്തവണ മത്സരിക്കുമ്പോൾ മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു ഭാരിച്ച ഉത്തരവാദിത്തം കൂടി തലയിലുണ്ട്. എന്താണ് തോന്നുന്നത്? ഇപ്പം പാർട്ടി ഇങ്ങനെ തുടരെ ഉത്തരവാദിത്തങ്ങൾ ഇങ്ങനെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ തവണയാണ് ഈ കാരപ്പറമ്പ് വാർഡിൽ നിന്ന് മത്സരിക്കുന്നത്. കഴിഞ്ഞ 2 തവണ ഇവിടെ നിന്നും ജനങ്ങൾ തന്നിട്ടുള്ള പിന്തുണയും സ്നേഹവും കൈമുതലാക്കിക്കൊണ്ടാണ് ഈ ഇലക്ഷനെ നേരിടുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഫലമായിട്ട് എല്ലാ വീടുകളിലേക്കും കടന്നു ചെല്ലുമ്പോൾ, വോട്ട് അഭ്യർത്ഥിച്ച് ചെല്ലുമ്പോൾ നല്ല സ്വീകരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടും ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാത്ത പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്ത് നടത്താൻ സാധിച്ചു എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടെ തന്നെയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഒരു അഭ്യർത്ഥനയുമായിട്ട് ഞാൻ എത്തുന്നത്. ഇപ്പം മഹിളാ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അപ്പം BJP ആണെങ്കിൽ ഇത്തവണ കോർപ്പറേഷൻ ഇലക്ഷന്റെ ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഞെട്ടിച്ചു. ഏറ്റവും അധികം വനിതകൾക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്, അല്ലെ? പുരുഷന്മാരെക്കാൾ കൂടുതൽ സീറ്റിൽ വനിതകളെ നിർത്തിക്കൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത് ആസ് എ വുമൻ? സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്ന നരേന്ദ്രമോദി സർക്കാർ മുൻപോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം തന്നെയാണ്. ആ സ്ത്രീ ശാക്തീകരണം ഏറ്റവും അടിത്തട്ടിൽ വരെ എത്തണം എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി മുൻപോട്ട് വെച്ചിട്ടുള്ള ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ പല ഭാഗത്തും ജില്ലാ അധ്യക്ഷന്മാരായിട്ട് വനിതകൾ ഉണ്ടായിട്ടുള്ളതും. ഈ കോർപ്പറേഷന്റെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്ന വേളയിൽ ഈ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനത്തിലും അതുപോലെ തന്നെ സ്ത്രീകളുടെ പട്ടികയാണ് ഏറ്റവും ആദ്യം തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ മത്സരിപ്പിക്കാൻ വേണ്ടി തിരഞ്ഞു നടക്കേണ്ട സാഹചര്യമില്ല. നമ്മുടെ കയ്യിൽ തന്നെ ഇതിന് മത്സരിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള നിരവധി സ്ത്രീകളുണ്ട് എന്നുള്ള സന്ദേശം തന്നെയാണ് ഇതിലൂടെ ഞങ്ങൾ മുൻപോട്ട് വെക്കുന്നത്. സാധാരണ പോലെ ഇത്തവണ കോർപ്പറേഷൻ പിടിക്കുമെന്നുള്ള ലക്ഷ്യത്തിലാണ് BJP NDA. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനാർത്ഥിയാണ് നവ്യ ഹരിദാസ് എന്നുള്ളതാണ് പരക്കെ കേൾക്കുന്നത്. അത്തരം പ്രതികരണങ്ങളോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? BJP തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം തന്നെയാണ് ഈ കോർപ്പറേഷൻ ഇലക്ഷനിൽ പ്രതീക്ഷിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള വർക്കാണ്. ഏകദേശം ഒരു വർഷക്കാലമായിട്ട് ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ എല്ലാവരും. കഴിഞ്ഞ തവണ 22 ഇടങ്ങളിൽ 2ാം സ്ഥാനത്തെത്താൻ BJPക്ക് സാധിച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനവും അതെല്ലാം തന്നെ 1ാം സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണ ഭരണം പിടിക്കും എന്നുള്ള ഒരു കാര്യം BJP പറഞ്ഞിട്ടുള്ളത്. ഈ ഭരണം പിടിക്കുന്ന സമയത്ത് മേയർ സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് BJP പ്രഖ്യാപിക്കുന്നതല്ല. പൊതുവെ എനിക്ക് തോന്നുന്നു മാധ്യമങ്ങളും മറ്റുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. തീർച്ചയായിട്ടും പ്രമുഖരായിട്ടുള്ള പല ആളുകളും മുൻപ് പാർലമെന്ററി പാർട്ടി ലീഡറായിരുന്ന ശ്രീ നമ്പിടി നാരായണേട്ടൻ, റിനീഷ് തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ നമ്മുടെ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആളുകൾ തന്നെയാണ്. ഇപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷനിൽ വലിയ അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച ഒരു കൗൺസിൽ കാലഘട്ടമാണ് കഴിഞ്ഞു പോയത്. പഞ്ചദിന പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പം നിങ്ങൾ ഉന്നയിച്ചൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളൊന്നും തന്നെ കോഴിക്കോടേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു വലിയ ആരോപണം ഉണ്ടായിരുന്നു, അല്ലെ? അപ്പം എങ്ങനെയാണ് നരേന്ദ്രമോദിയെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ വോട്ട് ചോദിക്കുന്നത്? തീർച്ചയായിട്ടും ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിക്കുന്നതും കഴിഞ്ഞ 10-11 വർഷക്കാലത്തിലേറെയായിട്ട് നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസനങ്ങൾ, ആ വികസനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മുടെ കോർപ്പറേഷനിലേക്ക് വന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും. ഇന്ന് കോർപ്പറേഷന്റെ വികസന രേഖ എടുത്ത് നോക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ മാത്രമാണ് ഇവിടെ കോർപ്പറേഷന്റെ നേട്ടമായിട്ട് എടുത്തു കാണിക്കുന്നത്. സ്വന്തമായിട്ട് ഒരു പദ്ധതി പോലും പ്രഖ്യാപിക്കാനോ ആ പദ്ധതി നടപ്പിലാക്കാനോ കഴിയാത്ത ഒരു കഴിവുകെട്ട കോർപ്പറേഷനായിട്ട് കോഴിക്കോട് കോർപ്പറേഷൻ മാറിയിരിക്കുകയാണ്. സ്വന്തമായിട്ട് പദ്ധതി ആവിഷ്കരിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടും ഫണ്ട് അനുവദിച്ചിട്ടും 100 ചില്ലാനും കോടി രൂപയാണ് STPക്ക്, ആവിക്കൽ തോടിൽ ഒരു STPക്ക് വേണ്ടി അനുവദിച്ചിരുന്നത്. ആ പദ്ധതി പോലും ആ ഫണ്ട് ലഭ്യമായിട്ടും അത് നടപ്പിലാക്കി എടുക്കാനുള്ള ഒരു ത്രാണി ഇല്ലാതെ പോയിട്ടുള്ള ഒരു കോർപ്പറേഷനാണ്. നഗരത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ STP തുടങ്ങിയവ. മെഡിക്കൽ കോളേജിൽ ഒരു STP ആരംഭിച്ചപ്പോൾ ഏറ്റവും തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഈ കോസ്റ്റൽ ഏരിയകളിൽ അവരാണ് ഏറ്റവും ബുദ്ധിമുട്ട്
ബുദ്ധിമുട്ട് ഇതിൽ നേരിടുന്നത്. ആ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഈ STP എന്ന് പറയുന്നത്. ആ പദ്ധതിയോട് മുഖം തിരിച്ചു നിൽക്കുന്ന ഏർപ്പാടാണ് കോർപ്പറേഷന്. അതിൽ LDF ഉം UDF ഉം കൂട്ടുപ്രതികളാണ് എന്ന് നമ്മൾ പറയണം. UDF അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് LDF അതിൽ നിന്നും പിന്മാറിയതാണ്. അതെ അതെ, വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു. കാരണം അവിടെയുള്ള അടിസ്ഥാന ജനതയെ, പാവപ്പെട്ട ജനസമൂഹത്തെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് UDF സമര രംഗത്തേക്ക് ഇറക്കി വിട്ടിരുന്നത്. ഇതിനു മുൻപ് DCC പ്രസിഡന്റ് ശ്രീ പ്രവീൺ കുമാർ തന്നെ മേയറുടെ ചേംബറിൽ നടന്നിരുന്ന ഒരു യോഗത്തിൽ ഈ പദ്ധതിയോട് യെസ് പറഞ്ഞുകൊണ്ടാണ് ആ യോഗം പിരിച്ചുവിട്ടിട്ടുള്ളത്. എന്നാൽ പിന്നീട് നമ്മൾ കണ്ടിട്ടുള്ളത് ആ ഭാഗത്തെ ജനങ്ങളെ ഇളക്കി വിട്ടുകൊണ്ട് ഈ പദ്ധതി വന്നാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ള തരത്തിലുള്ള വിശ്വസിപ്പിച്ചുകൊണ്ട് പാവപ്പെട്ട ജനതയ്ക്ക് അവിടെ എന്താണ് പദ്ധതി എന്നോ എങ്ങനെയാണ് നടപ്പിലാക്കുന്നതോ എന്നുള്ള ഒരു അറിവ് ഉണ്ടായിരുന്നില്ല. അതിന് ചൂഷണം ചെയ്തുകൊണ്ടാണ് UDF അവിടെ സമരം പ്രഖ്യാപിച്ചത്. ആ സമര പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ LDF അത് സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോയതാണ്. അവരെ കൺവിൻസ് ചെയ്യിപ്പിച്ചുകൊണ്ട് നഗരത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കിയെടുക്കുന്നതിന് LDF പരാജയപ്പെട്ടിട്ടുണ്ട്. BJP മുൻപോട്ട് വെക്കുന്നതും തീർച്ചയായിട്ടും വികസനോന്മുഖമായിട്ടുള്ള ഒരു രാഷ്ട്രീയം മാത്രമാണ്. അവിടെ ജാതിക്കോ മതത്തിനോ രാഷ്ട്രീയത്തിനോ അതീതമായിട്ട് വികസനം മാത്രമായിരിക്കും ഞങ്ങളുടെ മുദ്രാവാക്യം. കാരപ്പറമ്പ് ഡിവിഷനിൽ 3-ാം ഊഴമാണ് തേടുന്നത്. ജനങ്ങളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ്? വളരെ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തവണയും അവരുടെ പിന്തുണ എനിക്ക് ഉണ്ടാകും എന്നുള്ള കാര്യം ഇങ്ങോട്ടേക്ക് ജനങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ആത്മവിശ്വാസവും ഇതുവരെ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇവിടെയും കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെയാണ് ഞാൻ 10 വർഷക്കാലം പ്രവർത്തിച്ചിട്ടുള്ളത്. അതേ രീതിയിൽ തന്നെ വീണ്ടും കൗൺസിലറായിട്ട് വരുമ്പോൾ അടുത്ത 5 വർഷക്കാലവും ഇവിടെയുള്ള എല്ലാവരെയും ഒരേ രീതിയിൽ കണ്ടുകൊണ്ട് എല്ലാവരിലേക്കും വികസനം എത്തിച്ചുകൊണ്ട് എല്ലാ ജനങ്ങളിലേക്കും പദ്ധതികൾ എത്തിച്ചുകൊണ്ടും താഴെ തട്ടിൽ നിൽക്കുന്ന ജനങ്ങളുടെ വികാരങ്ങളും വിചാരങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അവരോടൊപ്പം പ്രവർത്തിക്കുവാൻ അടുത്ത 5 വർഷവും ഞാൻ ഒപ്പം ഉണ്ടാകും എന്നുള്ള ഒരു വാക്ക് മാത്രമാണ് അവർക്ക് മുൻപിൽ എനിക്ക് വെക്കാനുള്ളത്. മോദി ഗവൺമെന്റിന് വേണ്ടി കൂടിയാണല്ലോ വോട്ട് ചോദിക്കുന്നത്. മോദി ഗവൺമെന്റിന് കൂടിയല്ല, മോദി ഗവൺമെന്റിന് വേണ്ടിയാണ് ഞങ്ങൾ വോട്ട് ചോദിക്കുന്നത്. അതെ, കാരണം മോദി ഗവൺമെന്റ് നിലകൊള്ളുന്നതും ഇതേ രീതിയിൽ എന്താ പറയാ, വികസന വിരോധികളായിട്ടുള്ള രാഷ്ട്രീയ കക്ഷികളെ മാറ്റി നിർത്തിക്കൊണ്ട് വികസനം നമ്മുടെ ഭാരതത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള മോദി സർക്കാർ, ആ വികസനം നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ, ആ വികസനം നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് കൊണ്ടുവരാനാണ് ഞങ്ങൾ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് വരുന്നത്.